SFIക്കാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് കാര്യവട്ടം കോളേജിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി ജനൻ ടിവിയോട് SFI യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി മുള കൊണ്ട് തലയിൽ അടിച്ചു, ബെൽറ്റ് കൊണ്ടും അടിച്ചു. 1 മണിക്കൂർ പൂട്ടിയിട്ട് ഉപദ്രവിച്ചെന്നും വിദ്യാർത്ഥി ഞങ്ങളുടെ പ്രതിനിധി രശ്മി കാർത്തികയോടാണ് വിദ്യാർത്ഥിയുടെ കുടുംബവും ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അതിലേക്ക് കോളേജുകളിലെ റാഗിംഗ്, SFI സംഘങ്ങൾ ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പതിവായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കോട്ടയത്തെ സംഭവം നമുക്കറിയാം. അതിനുശേഷമാണ് ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലും സമാനമായ രീതിയിലൊരു അനുഭവം ബിൻസ് ജോസ് എന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നു. ബിൻസ് ജോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് മോനെ അന്ന് സംഭവിച്ചത്? നമ്മുടെ കുറച്ച് സീനിയേഴ്സ് ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മൾ തടഞ്ഞു നിർത്തി അടിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ നല്ല രീതിക്ക് അടി കിട്ടി. അപ്പോൾ അവൻ ഇടയ്ക്ക് വെച്ച് ഓടി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് റൂമിൽ പോയി. അതിനുശേഷം എന്നെ മാത്രമായിട്ടാണ് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുളയൊക്കെ വെച്ച് എൻ്റെ തലയിൽ അടിച്ച്, പിന്നെ ബെൽറ്റൊക്കെ അടിച്ച് അതിന് തന്നെ ഒരു യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് അവൻ്റെ മുട്ടുതലി ഒടിക്കും. പിന്നെ ഷർട്ടൊക്കെ ഊരി മാറ്റിച്ച്, എൻ്റെ ഷർട്ടൊക്കെ കീറി, അങ്ങനെ ഷർട്ടൊക്കെ ഊരി മാറ്റിച്ച്. പിന്നെ വെള്ളം ചോദിച്ചിട്ട് ആദ്യം തന്നില്ല, പിന്നെയാണ് വെള്ളം കൊണ്ട് തന്നത്. വെള്ളമാണെങ്കിൽ അത് ഒരു കുപ്പിയിൽ പകുതി ഒഴിച്ച് കളഞ്ഞ് വാണ്ട് കുപ്പിളിച്ച് തുപ്പിയ ലാസ്റ്റ് തുപ്പൂരാണ് കൊണ്ട് തന്നത് എനിക്ക്. അത് കുടിച്ചാൽ മതി. അത് കുടിച്ചിട്ട് എൻ്റെ അടുത്ത് തുപ്പി എന്ന് പറഞ്ഞാൽ തുപ്പും പോലെ വന്നപ്പോൾ എൻ്റെ തുപ്പിയ തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്, പിന്നെ മുട്ടുകല്ലൊക്കെ നിൽക്കാൻ പറഞ്ഞ്, പിന്നെ എൻ്റെ കൂട്ടുകാരെ എന്നെ അടിച്ചതായിട്ട് പരാതി കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ കൊടുത്തില്ല, ഇനി അടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ കോളേജിൽ കയറാൻ സമ്മതിക്കില്ല, അങ്ങനെ കുറേ ഇറങ്ങിപ്പോരാൻ സമയത്ത് അവർ തടഞ്ഞോ? പിന്നീട് ഇറങ്ങിപ്പോകുന്നത് പറഞ്ഞ് നീ നമ്മൾ പറയുമ്പോൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പൊയ്ക്കോളാൻ പറഞ്ഞ്. എന്നിട്ട് പിന്നെ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ എന്നെ പിന്നെയും വിളിച്ചു. പിന്നെ ഞാൻ പോയൊന്നുമില്ല, അവിടെ തിരിച്ചു കുറേ അടിയാന്ന്. എവിടേക്കാണ് കൊണ്ടുപോയത്? യൂണിറ്റ് റൂമിലോട്ട്. SFIയുടെ യൂണിറ്റ് റൂം. അതെ. അപ്പം ബിൻസിന്റെ അച്ഛൻ കൂടി ചേരുന്നുണ്ട്. അന്ന് ഈ മകൻ നേരിട്ടൊരു ബുദ്ധിമുട്ട് എന്തൊക്കെയായിരുന്നു? ബുദ്ധിമുട്ട് മോന് തലപെരുപ്പും നെഞ്ചുവേദനയും തലകറക്കമൊക്കെ വന്ന്, അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോഴാണ് അറിയണത്. അവിടെ വെച്ച് ഫോണൊന്നും കൊടുത്തില്ല. ഫോണെല്ലാം മേടിച്ച് വെച്ചിരുന്നു. എന്നെ അറിയിക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ ഇവിടെ വീട്ടിൽ വരുമ്പോഴാണ് വിവരം അറിയണത്. ഉടനെ ഞാൻ ഇവിടെ താലൂക്ക് ആശുപത്രി കൊണ്ട് നമ്മുടെ നെടുമങ്ങാട് അവിടുന്ന് റെഫർ ചെയ്താണ് മെഡിക്കൽ കോളേജിൽ വിടുന്നത്. ഇതാണ് ബിൻസും കുടുംബവും പറയുന്നത്. അതിൽ വലിയ രീതിയിൽ ക്രൂരമായ ഒരു രീതിയിൽ തന്നെയാണ് ഈ SFI യുടെ സീനിയർ വിദ്യാർത്ഥികൾ ബിൻസിനെ ഉപദ്രവിച്ചത്. മുള വടിവെച്ചൊക്കെ ഉപദ്രവിച്ചിരുന്നു. അതിനുശേഷം ഈ റൂമിലേക്ക് കൊണ്ടുപോയി ഷർട്ട് ഉൾപ്പെടെ വലിച്ചു കീറി. വെള്ളം ചോദിച്ച സമയത്തും കുടിച്ചതിന് ശേഷം ആ വെള്ളം തന്നെയാണ് കുടിക്കാൻ നൽകിയതെന്നുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഓരോ കോളേജുകളിലും ഇത്തരത്തിൽ SFIയുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗിങ്ങിന് ഇരയാക്കുന്നത്. ഏതായാലും ഇപ്പോൾ 7 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ പോലീസ് ഇവിടെ എത്തി വിദ്യാർത്ഥിയുടെ മൊഴി എടുക്കും എന്നുള്ളതും നിലവിൽ അറിയിച്ചിട്ടുണ്ട്.